സാധാരണഗതിയിൽ നമ്മൾ മീഡിയയോട് സംസാരിക്കുന്നത് സിനിമ ഇറങ്ങുന്നതിന് മുൻപാണ്. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് സിനിമയുടെ കഥാഗതിയോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസോ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്നവർ സിനിമ കാണാത്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിലപ്പോൾ സിനിമയുടെ റിലീസിന് മുൻപ് റിവീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമ ഇറങ്ങുന്ന അന്നേ ദിവസം തൊട്ട് അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് വരും. റിവ്യൂസിൽ ഓൾമോസ്റ്റ് അതിൻ്റെ കഥയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരും, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അത്തരത്തിൽ സിനിമ ഇറങ്ങി, സിനിമയുടെ റിവ്യൂ വന്നു, പൊതു ഇടത്തിൽ കിടക്കുന്നത് ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസ് ആയിരിക്കും. സിനിമ കണ്ട ആളുകൾക്ക് അതെങ്ങനെയാണോ ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്തത്, തിയേറ്ററിൽ അവരുടെ കാഴ്ചയിൽ അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും സിനിമയുടെ പൊതു ഇടത്തിൽ കിടക്കുക. അപ്പോൾ അത് അത് ആക്ച്വലി സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകൻ്റെ സിനിമയാണ്. അപ്പോൾ സിനിമ കാണുന്ന ആൾക്കാർക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് അതാണ് സിനിമ കണ്ട ആളുകൾ പറയുക. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ സിനിമ കണ്ട അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെയായിരുന്നു എന്ന് വളരെ ഹെൽത്തി ആയിട്ട് ഒരു സർഗാത്മകമായിട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി സിനിമ കാണാൻ പോകുന്നവർക്ക് ഡയറക്ടർ എന്തായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഡയറക്ടർ എന്താണ് ഇതിന് മറുപടി പറയുക, അല്ലെങ്കിൽ ഡയറക്ടർ ഇത് ശ്രദ്ധിച്ചിരുന്നില്ലേ, ഫിലിമിൻ്റെ ഡയറക്ടർ ഈ പോയിന്റ് ശ്രദ്ധിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ പോയിന്റ് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി കൂടെ പറഞ്ഞത് കൺക്ലൂഷനായി. സിനിമ ഇറങ്ങി, അതിൻ്റെ റിവ്യൂ പറഞ്ഞു, ഡയറക്ടർ അതിൻ്റെ മറുപടി പറയുന്നു. ഇനിയും ചിലപ്പോൾ അതിൻ്റെ ചർച്ചകൾ വരാം. ഞാൻ പറയുന്ന അഭിപ്രായം ചിലപ്പോൾ അതിനെയും ആ പോയിന്റും ചിലപ്പോൾ ചർച്ചയ്ക്ക് വരാം. അതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എന്നാലും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഓരോരുത്തരോട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഒരു മാധ്യമത്തിലൂടെ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റും. ചിലപ്പോൾ റിവ്യൂ ചെയ്ത ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുമായിരിക്കാം. അങ്ങനെയാണ് ഇവിടെ ഒന്നുകൂടി കാണാം എന്ന് കരുതിയത്. പൊതുവെ റിവ്യൂ ചെയ്യുന്ന ആളുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞത്. ആ ഫിലിമിനോടോ അല്ലെങ്കിൽ എഫേർട്ടിനോടോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എന്നോടും എല്ലാം വളരെ ജനറസ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, വളരെ കാര്യമായിട്ട് തന്നെയാണ് ഒരു പ്രതികരണങ്ങൾ ഉണ്ടായത് മുഖ്യധാര റിവ്യൂസിൻ്റെ കയ്യിൽ നിന്നല്ല. അപ്പോൾ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് ആണ് പ്രധാനമായിട്ടും അഭിപ്രായ വ്യത്യാസം വന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയണോ അതോ അല്ല? ഞാൻ പറയാം. സിനിമയുടെ കഥാഗതി പോകുന്നു. ഒന്നാം പകുതിയിൽ തമാശ ഉണ്ടായിരുന്നു, രണ്ടാം പകുതിയിൽ ഇങ്ങനെ ആവർത്തനങ്ങൾ വന്നു. അതിൻ്റെ ക്ലൈമാക്സിൽ പെട്ടെന്ന് വന്നതുപോലെയാണ് എന്നുള്ളതാണ് ജനറലായിട്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ഒപ്പീനിയൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് ഇതിൻ്റെ തിരക്കഥ സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് സമയത്ത് ഒരു ഫിലിം മേക്കർ ഇതിനെ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒരു പൊതു ഇടത്തിലേക്ക് ഒരു സ്പാ എന്ന സിനിമയാണ് ഒരു സ്ഥലത്തേക്ക്, ഒരു ഇമാജിനറി സ്പായിലേക്ക്, ഒരു സാങ്കല്പിക സ്ഥലത്തേക്ക് മുഖം മൂടി അണിഞ്ഞ പെൺകുട്ടികളുള്ള ഒരു സ്ഥലത്തേക്ക്. കാരണം മുഖം മൂടി അണിഞ്ഞാന്ന് ഞാൻ പറയാൻ കാരണം അവരാരും അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുകയോ അവരുടെ ഐഡൻറ്റിറ്റി അവർ പരസ്പരം പറയുകയോ ചെയ്യാത്ത ഒരു സ്ഥലത്തേക്ക്. അവർ കുറച്ച് കാലങ്ങളായിട്ട് ഈ സ്പായിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവർ വളരെ പ്രൊഫഷണലായിട്ടാണ് പെരുമാറുന്നത്. അവർ ചെയ്യുന്ന ജോലി അവരൊരു പ്രൊഫഷണലായിട്ട് കാണുന്നു. അപ്പോൾ അതിന് മുൻപുള്ള അവരെങ്ങനെ അവിടെ എത്തി, അല്ലെങ്കിൽ അവർ കടന്നുപോയ ഒരു ഫേസ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കാണിക്കുന്നില്ല. പർട്ടിക്കുലർ ഡേ തുടങ്ങണം. ആ ഡേ തുടങ്ങുന്ന ദിവസം ഇവരെല്ലാവരും പ്രൊഫഷണൽസാണ്. അവർ
ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ് അവരങ്ങനെയാണ്. ഒരല്പം അതിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡായിട്ട് തോന്നിയേക്കും. കാരണം അവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ ഒരു മറച്ച് അവരുടെ മുഖം മറയ്ക്കുക വെച്ചാൽ ലിറ്റററി മാസ്ക് വെച്ച് മറയ്ക്കുക എന്നുള്ളതല്ല, അവരെന്താണെന്നുള്ളത് മറച്ചു വെച്ചിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ആ സ്ഥലത്തേക്ക് ഓരോരോ മനുഷ്യർ കടന്നു വരുന്നു. വിവിധതരം ഡിസൈഴ്സുള്ള, പലതരം ഫാൻറ്റസീസുള്ള, പലതരം ഫ്രസ്ട്രേഷൻസുള്ള മനുഷ്യന്മാർ അങ്ങോട്ട് കടന്നു വരുന്നു. ആ മനുഷ്യരും ഇതിനകത്തുള്ള മുഖംമൂടി അണിഞ്ഞ ആളുകളും തമ്മിലുള്ള എന്താ പറയുക, എൻകൗണ്ടറാണ് ആക്ച്വലി നടക്കുന്നത്. അവർ തന്നെ പറയുന്നുണ്ട്, സ്പായിലെ തെറാപ്പിസ്റ്റുകൾ തന്നെ പറയുന്നത്, ഞങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സാണ് ഞങ്ങൾ എല്ലാ ദിവസവും. കാരണം അടുത്ത നിമിഷം ഞങ്ങൾ ആരെയാണ് കണ്ടുമുട്ടാൻ പറ്റുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള എൻകൗണ്ടേഴ്സിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പർട്ടിക്കുലർ സ്പായിൽ. ഈ എൻകൗണ്ടേഴ്സിനിടയ്ക്ക് ഈ സ്പേസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനെ മനുഷ്യർ വരുന്നു, അതിനകത്ത് വരുന്ന കോൺട്രഡിക്ഷൻ, അതിനകത്ത് വരുന്ന തമാശകൾ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ അങ്ങോട്ടൊരു ഗ്രാമവാസിയായ ഒരു മനുഷ്യൻ വരുന്നു. ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമവാസിയായ ഒരു മനുഷ്യൻ വരുന്നു. ഈ മനുഷ്യൻ ജീവിതത്തിലൊരു സ്ത്രീയെ തൊട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അയാളുടെ ആദ്യ സ്പർശനം, അയാളുടെ ആദ്യ പ്രണയം, അയാളുടെ ഗിൽറ്റ്. വീണ്ടും അയാൾ എക്സിറ്റ് പോകുന്നു, വീണ്ടും എൻട്രി ആവുന്നു. അയാളുടെ ഗിൽറ്റ് മാറി അയാൾക്ക് ഒബ്സഷൻ വരുന്നു. ഒബ്സഷൻ പിന്നീട് പൊസസീവ്നെസ് ആവുന്നു. പിന്നീട് അയാൾക്ക് കിട്ടുന്ന നിരാകരണത്തിനകത്ത് പിന്നീട് അയാൾ അഗ്രസീവ് ആവുന്നു. അയാൾ ഡിപ്രഷനിലാവുന്നു, നിരാകരിക്കപ്പെടുന്നു. ഈ ലെയേഴ്സ് എല്ലാം പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇതിനിടയ്ക്കെല്ലാം ഓരോ മനുഷ്യന്മാർ വരുന്ന രീതിയിലാണ് ഈ കഥയെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ കഥയെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഈ സ്ട്രക്ചറിൽ ഇത് എക്സിറ്റ് ആവുകയും എൻട്രി ആവുകയും വീണ്ടും എൻട്രി, വീണ്ടും എക്സിറ്റ്, ഇങ്ങനെ കോർത്ത് പോകുന്നതിനിടയ്ക്ക് ഒരു സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഇല്ല. ഈ സെൻട്രൽ സ്പേസും അവിടെ വരുന്ന മനുഷ്യരെ ഡിഫറെൻറ്റ് കോൺഫ്ലിക്ട്സിലൂടെയാണ് കഥ പോകുന്നത്. അവിടെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇതിനൊരു ബ്രേക്ക് ആവശ്യമുണ്ട്, ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ബ്രേക്കിലേക്ക് ഏലിയനെ പോലെ രണ്ട് ക്യാരക്ടേഴ്സ് കടന്നു വരികയാണ്. അപ്പോൾ ഈ ഇവിടെ തൊട്ടായിരിക്കും ചിലപ്പോൾ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടാവുക. ഏലിയനെ പോലെ രണ്ട് ക്യാരക്ടേഴ്സ് കടന്നു വന്ന് അവർ ഉണ്ടാക്കുന്ന ഒരു ക്ലൈമാക്സിലുണ്ടാകുന്ന ഈ വെടിവെപ്പെന്ന് ഞാൻ പറയാൻ കാരണം ഇതിന് മുമ്പുള്ള പാട്ടിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ ഒരു ഗൺ ഫയറിങ് നടന്നിട്ടുണ്ട്. ആ ഗൺ ഫയറിങ് നടത്തിയത് ആര് എന്നുള്ള മട്ടിലുള്ള നമ്മൾ അതിന് മുൻപ് ഇറക്കിയ പാട്ടിലേക്ക് പറഞ്ഞു. അതുകൊണ്ട് അത് പറയുന്നതിന് കുഴപ്പമില്ല. അതിൻ്റെ എൻഡിലൊരു ഗൺ ഫയർ നടക്കുന്നു. അപ്പോൾ ഈ ഗൺ ഫയർ സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ഒരു ഹീറോ സെൻട്രിക് ഒരു സിനിമ നടക്കുമ്പോൾ ആ ഹീറോ പോകുന്നു, ചിലപ്പോൾ ഒരു വില്ലൻ വരുന്നു, അവിടെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ഈ പ്രോബ്ലംസ് എൻഡിൽ ഒരു ഫൈറ്റിലൂടെ അല്ലെങ്കിൽ ഗൺ ഫയറിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ പടമാണെങ്കിലും ത്രില്ലർ പടമാണെങ്കിലും അതിനുള്ള റെസൊല്യൂഷൻ ഉണ്ടാകുന്നു. ഇവിടെ സിനിമയുടെ കഥാഗതിയും കഥയുടെ കോൺഫ്ലിക്റ്റും അവസാനം വരുന്ന ഗൺ ഫയർ നമുക്ക് യാതൊരു ബന്ധമില്ല. ആ ഗൺ ഫയർ കഥയുടെ ഒരു റെസൊല്യൂഷനല്ല. അത് ഒരു സിനിമയുടെ എൻഡിലേക്ക്, ഒരു ഫിനാലെ പോയിന്റിലേക്ക് എത്തിക്കാൻ മ്യൂസിക്കലി, സൗണ്ട്സ്കേപ്പ് വൈസ്, അതിൻ്റെ എഡിറ്റ് വൈസ്, അതിൻ്റെ പേസ് കൂട്ടാൻ ഒരു ക്രസൻറ്റ്, ഒരു മ്യൂസിക്കൽ ഒരു സൗണ്ട്സ്കേപ്പ് ക്രസൻറ്റോ കൂട്ടി അതിനൊരു അവസാനം ഒരു പൊട്ടിത്തെറിയിലേക്ക് അത്രയും നേരം സപ്രസ് ചെയ്ത് വെച്ചതെല്ലാം പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാരക്ടേഴ്സ് പിന്നെ പെരുമാറുന്നത്, ഇതിനകത്തുള്ള ഇൻറ്റേർണലി ഉള്ള ഒരു ക്യാരക്ടറും എക്സ്റ്റേണലായിട്ട് വന്ന ക്യാരക്ടേഴ്സും ബിഹേവ് ചെയ്യുന്നത്, ഈ ബ്ലാസ്റ്റ് നടക്കുന്നത് ആക്ച്വലി ഇതൊരു ഒരു ക്ലൈമാക്സിൻ്റെ ഒരു പേസ് എന്താ പറയുക, അതിൻ്റെ ഒരു പേസ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കട്ട്സ്, അതിൻ്റെ പാരൽ ട്രാക്സ് എല്ലാം കൂടെ വന്നിട്ട് ഒരു എന്താ പറയുക, ഈ സമയത്തും നമ്മുടെ സെൻട്രൽ കഥാപാത്രത്തിൻ്റെ പ്രണയം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പായിട്ട് ഒരു പെർക്കഷൻ പോലെ ഒരു മ്യൂസിക്കൽ ഒരു പോലെയാണ് ഇതിനകത്ത് നടക്കുന്നത്. ലാസ്റ്റത്തെ ഒരു ആക്ട് മുഴുവൻ നടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ആക്ടിന് മെയിൻ പ്ലോട്ടിലെ ആക്ടിൻ്റെ കോൺഫ്ലിക്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെയാണ് സിനിമ മ്യൂസിക്കിലൂടെ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമാറ്റിക് എലവേഷൻ, ഒരു സിനിമാറ്റിക് ആക്സിലറേഷന് വേണ്ടിയിട്ട്
പ്ലേസ് ചെയ്യപ്പെട്ടതാണത്. ഇനി ഇങ്ങനെയല്ല എന്ന് വിചാരിക്കുക ഈ കഥ. ഈ ലാസ്റ്റത്തെ പ്ലേ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എങ്ങനെ എൻഡ് ചെയ്യുമായിരിക്കും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇതിനുള്ള മറുപടി കിട്ടും. ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാം പറയും. അപ്പോൾ ഈ അവസാനത്തെ പോയിന്റ് എന്തായിരുന്നു ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് ആ സാധനം പ്ലേസ് ചെയ്തതെന്ന് ഞാൻ പറയാൻ മാത്രമാണ്. ചിലപ്പോൾ സിനിമ കാണാത്തവർ ചിലപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവില്ല. സിനിമ കണ്ടവർക്ക് മാത്രം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞവർക്ക് മാത്രം വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് 1-2 റിവ്യൂല് ഞാൻ കണ്ടു. ആദ്യത്തെ ദിവസങ്ങളിൽ ഇതിനകത്ത് വരുന്ന ആളുകൾ ഹാപ്പി എൻഡിങ് എടുക്കുന്നു, പിന്നെ വീണ്ടും വീണ്ടും അവസാനം വരെ ഇത് തന്നെ അങ്ങനെ സിനിമ തീർന്നു. അങ്ങനെയല്ല, ആ സിനിമയിൽ 12ഓളം ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. 12ഓളം ക്യാരക്ടേഴ്സിനും ആദ്യത്തെ ആക്ഷൻ നടക്കുന്ന ഒരു 40 മിനിറ്റിന് ശേഷമാണ്. സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് 10 മിനിറ്റിന് ശേഷം അങ്ങോട്ട് ആക്ഷനേ ഇല്ല. അപ്പോൾ അതൊരു സിനിമയുടെ ക്യാരക്ടേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റിന് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം അതിന് 40 മിനിറ്റിന് മുൻപോ ഈ സെക്കൻഡ് ഹാഫിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങനെ ആക്ഷൻ ഇല്ല. പിന്നെ സിനിമ പറയുന്നതെല്ലാം വേറെ ഡിസൈൻസിനെ കുറിച്ചാണ്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് ഞാനൊരു സ്ഥലത്ത് കേട്ടത് ഈ സിനിമയുടെ കഥാപാത്രങ്ങളുടെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് പറയുന്നു. ഒരു കഥാപാത്രം വന്ന് അയാൾ 3-4 ഡയലോഗ് പറയുമ്പോൾ തന്നെ അയാളുടെ കഥാപാത്രത്തിൻ്റെ ഡീറ്റെയിലിംഗ് കിട്ടും. ഒരു കഥാപാത്രം സംസാരിക്കുന്ന ആദ്യത്തെ, അല്ലെങ്കിൽ അവരും ഈ എൻകൗണ്ടേഴ്സിൽ സംസാരിക്കുന്ന ഒരു 4 ഡയലോഗ് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കിട്ടും. പിന്നീട് നമ്മൾ ചിലപ്പോൾ നോട്ടത്തിൽ കിട്ടും ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ്. ഈ കഥാപാത്രത്തിൻ്റെ അച്ഛനാര്, അമ്മയാര്, ഈ കഥാപാത്രം ഏത് സ്പേസിൽ നിന്ന് വന്നു, ഈ കഥാപാത്രത്തിൻ്റെ ജോലി എന്താണ് ചെയ്യുന്നത്, ഏത് നാട്ടുകാരാണെന്നൊന്നും പറയേണ്ട. ഒരു കഥാപാത്രം ഉണ്ടായാലും 4 ഡയലോഗ് ഒരാളോട് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ എത്രക്കാരനാണെന്ന്. അയാൾ അങ്ങനെ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ 2-3 പോയിന്റ്സ് പറഞ്ഞത് മാത്രം ഞാനിങ്ങനെ വിശദീകരിച്ചു എന്ന് മാത്രം. കാരണം ഇത് വിശദീകരിച്ചത് കാരണം ഇതിൻ്റെ ഉള്ള മറുപടിയായിട്ട് എൻ്റെ ഒരു വേർഷൻ ഞാൻ പറഞ്ഞത് മാത്രം. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് സംബന്ധിച്ച് എൻ്റെ ബ്രെയിനിൽ എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഇത് മാത്രമേ ഇതായിരിക്കും ബെസ്റ്റ് ക്ലൈമാക്സ് എന്നാണ് തോന്നിയത്. ഇതല്ല, ഇതിനേക്കാളും വേറൊരു വേർഷൻ നമുക്ക് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു വേർഷന് സാധ്യത ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും സജസ്റ്റ് ചെയ്താൽ എനിക്കത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. വേറെ ഒന്നുമായിട്ടില്ല, സിനിമ തിരുത്താൻ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ ഓപ്പൺ ആക്കാനായിട്ട് ചിലപ്പോൾ ഈ ഡിസ്കഷൻ ഹെൽപ്പ് ചെയ്തേക്കും. അതുകൊണ്ട് അതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട്, വളരെ ക്രിയേറ്റീവായിട്ട്, ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രിയേറ്റീവ് ആൾക്കാരോട്ടുള്ള ചർച്ച തന്നെ ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കും. അങ്ങനെ ഇതിന് ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം ചിലപ്പോൾ എനിക്കും ചിലപ്പോൾ ഒരു സാധനം കിട്ടിയിരുന്നു. സാറിന് സിനിമ കഴിഞ്ഞാൽ പിന്നെ സിനിമ തീർന്നു, അതിനെക്കുറിച്ച് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. സ്റ്റിൽ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വെച്ചാലും രസകരമായിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. വേറെ എന്തെങ്കിലും ആരെങ്കിലും സിനിമ കണ്ടവരുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം സാർ ആദ്യം പറഞ്ഞതൊരു പോലീസ് സ്റ്റോറിയായിരുന്നു, ആക്ഷൻ ഗ്രഹിച്ചു. അതിനുശേഷം പൂമരം, ഒരു കലോത്സവത്തിൻ്റെ കഥ. ഇപ്പം ഒരു വെൽനസ് പായെ പറ്റി കഥയാണ്. ആദ്യം ഒരിക്കലും ഇല്ലാത്തൊരു അൺകംഫർട്ടബിലിറ്റി, ഒരു ജസ്റ്റ് ഒരു വെൽനസ് പായെ പറ്റി പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്നതിൻ്റെ ഒരു അൺകംഫർട്ടബിലിറ്റി എന്തുകൊണ്ടാണെന്ന് തോന്നുന്നത്? ഒരു വെൽനസ് പായെ പറ്റി പറയുമ്പോൾ ആളുകൾ എന്തുകൊണ്ട് ഇത്ര അൺകംഫർട്ടബിൾ ആകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അൺകംഫർട്ടബിൾ ആകുന്നു ആളുകൾ? അല്ല, അതിലൊരു വെൽനസ്, നമ്മൾ ഇതിനകത്ത് വെൽനസ് സ്പായെ കുറിച്ച് പറയുന്നത് ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ ശ്രീകാന്തും ശ്രുതിയായിട്ടുള്ള സംഭാഷണത്തിനിടയ്ക്ക് ഇത് എങ്ങനെയാണ് സ്പാ തുടങ്ങുന്നത്, സ്പാ എന്നുള്ള കോൺസെപ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത്, എന്താണ് സ്പായുടെ ട്രീറ്റ്മെൻറ്റ്, ആക്ച്വലി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ 2 ക്യാരക്ടേഴ്സ് ഒരു സീനിൽ പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് പോലെ ഇരിക്കും ആളുകൾക്ക്. എനിക്ക് തോന്നുന്നു ആ കുറച്ച് സീനിൽ തന്നെ ആ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ 2 ക്യാരക്ടേഴ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ, സാറയും ഡോക്ടറും കൂടെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്നതാണ് സ്പാ എന്ന് പറയുന്നത്, സ്പായുടെ ഒറിജിൻ ഇവിടെ നിന്നാണ്, സ്പാ എന്നൊരു കോൺസെപ്റ്റ് സ്പ്രെഡായത് ഇവിടെ നിന്നാണ്, ഇതിങ്ങനെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വൈസ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനപ്പുറം ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവില്ല. പിന്നെ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് ഒരു സ്പായെ കുറിച്ച് പറയുമ്പോൾ ഡിസ്കംഫർട്ട് ഉണ്ടാവും അല്ലേ?
അത് ഒരുപക്ഷെ മാധ്യമങ്ങൾ തന്നെ വരുന്ന വാർത്തകൾ കൊണ്ടായിരിക്കാം. ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന വാർത്തകൾ ഇപ്പോൾ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ സ്പാകളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ കിടക്കുന്നത്. നാച്ചുറലി മീഡിയ വഴി വരുന്ന വാർത്തകളാണ് പബ്ലിക്കിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ പൊതു ഇടത്തിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു അപ്പോൾ ഇങ്ങനൊരു സ്ഥലമാണോ എന്നൊക്കെ ആളുകൾക്ക് തോന്നുന്നത് ചിലപ്പോൾ. അത് തീർച്ചയായും മാധ്യമത്തിൽ വന്ന വാർത്തകൾ കൊണ്ടായിരിക്കും. അത് എല്ലാ സ്ഥലത്തുമല്ല, ചില വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്. അത് നീനക്കുറിപ്പ് പറയുന്നുണ്ട്, പല സ്പായിലും അവർ പോകുന്ന സ്ഥലത്തെല്ലാം അവർ സ്പാ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് നല്ലതാണ്. അവർ പല സ്പായിലും പോകാറുണ്ട്. അവിടെ നിന്നും ഒരു ഭർത്താവ് വരാറില്ല. അപ്പോൾ എന്തുകൊണ്ട് വരാറില്ല? അപ്പോൾ എല്ലാ സംഗതികളിലും പ്രൊഫഷണലായിട്ടുള്ള ചേരിതിരിവുണ്ട്. അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തേക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്പാ ഉണ്ട്. പുള്ളി വളരെ പ്രൊഫഷണലായിട്ട് സ്പായാണ്. അപ്പോൾ പുള്ളി പറയുന്ന പുള്ളിക്ക് മന്ത്ലി ഓൾമോസ്റ്റ് ഒരു 5 lakhs മാർക്കറ്റിങ്ങിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പുള്ളി അഡ്വർടൈസ്മെൻറ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും 5 ലക്ഷത്തിന് മുകളിൽ പൈസ ചിലവാക്കിയാൽ മാത്രമേ കസ്റ്റമേഴ്സിന് കിട്ടുന്നുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അത്രയും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാതെ തന്നെ ആളുകൾ വരുന്നുണ്ട്. അത് ചില സ്ഥലങ്ങൾക്ക് പരസ്യം ആവശ്യമില്ല. പെർമിഷൻ, എനിക്ക് അൺകംഫർട്ടബിൾ എന്നുള്ള ഒരു പേര് വാക്ക് കേട്ടോണ്ടാ നമുക്ക് എനിക്ക് തോന്നുന്നു ഹ്യൂമൻ ബീങ്സിനൊരു റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇന്ന ആള് ഞാൻ തന്നെ ചോദിക്കാൻ ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങനെയാണ് ഭയങ്കര ബോറാന്ന് പറഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്കും കുറച്ച് അൺകംഫർട്ടബിൾ ആവും അവിടെ. അതുപോലെ തന്നെ ഇപ്പോൾ സ്പാല് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് എല്ലാവരും അൺകംഫർട്ടബിൾ ആവും. അത് റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതെല്ലാവർക്കും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ സെക്സ് ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടുതലായിരിക്കും. സെക്സിനെ കുറിച്ച് അഡൽട്ട് കോമഡി പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പേഴ്സണൽ സ്പേസിൽ ഞാൻ ഇങ്ങനെയാണെന്ന് തുറന്ന് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആളുകളുടെ ഇടയിൽ ഉണ്ടെന്ന് എനിക്ക് റിവ്യൂസ് കണ്ടപ്പോൾ തോന്നി. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആക്ച്വലി ഇത് നമ്മുടെ അഡൽട്ട് പടം ഇതൊരു സോഷ്യൽ സെറ്റയർ സിനിമയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, അഡൽട്ട് പടം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സംഭാഷണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അത് വിഷയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടോ ആണ്. ഞാൻ ആദ്യം തൊട്ട് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തൊരു എറോട്ടിക് ആയിട്ടുള്ള സംഗതികളില്ല, ഇതൊരു സെറ്റയറാണ് എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ആ സിനിമയുടെ ഒരുപക്ഷെ ഒരു A സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് ഒരു എറോട്ടിക് മൂവി കാണാൻ പോകുന്നവർക്ക് ഉള്ള സിനിമയല്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പാറ്റർ. അതിനെ എത്ര വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. അതിനൊരു സ്വാഭാവികമായിട്ടും കുറച്ച് നമുക്കൊരു അബ്സർഡ് ഒരു ഓക്വേർഡ് സാധനങ്ങളൊക്കെ ചില സ്ഥലത്ത് തോന്നാൻ പാടില്ല. ചിലപ്പോൾ ആളുകൾ ചിരിക്കാം, ചിലപ്പം തലയിൽ കൈവയ്ക്കാമെന്ന് ഞാനിങ്ങനെ പറയുന്നു. പക്ഷെ അതൊരു അൺപ്രൊഫഷണൽ സ്ഥലമായതുകൊണ്ട് അതങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് 2-3 സീനുകൾ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. ആളുകൾ ഇതിന് റിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഇതിങ്ങനെ ക്യാരക്ടർ വരുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ക്യാരക്ടർ വന്നു, ഇത് ചെയ്യുന്നു, ഇത് ക്യാരക്ടർ വരുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ സിനിമ വന്ന് ഇത് തന്നെ ഇങ്ങനെ വന്ന് സിനിമ തീർന്നു. ഒരു 10 പേര് 12 പേര് വന്നിട്ട് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അതിനും സിനിമ തീർന്നു, എന്തോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അങ്ങനെയല്ല. അത് 2-3 ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് ഇന്ന ഇടനാളുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു റിവ്യൂ, അദ്ദേഹത്തിൻ്റെ റിവ്യൂ എനിക്ക് ഇഷ്ടമാണ്. കാണുമ്പോൾ ഒരു ഹ്യൂമറസ് ആയിട്ട് പറയാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, സിദ്ധാർത്ഥം വരുന്നു എന്തോ പറയുന്നു, ഫിലോസഫിക്കലായിട്ട് എന്തോ പറഞ്ഞു. ഫിലോസഫി ഒന്നുമല്ല, അതിനകത്ത് ആകെപ്പാടെ 2 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഒന്ന് പറഞ്ഞത് ഒരു സിനിമയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. പലതരത്തിലുള്ള സ്ട്രക്ചറുണ്ട്. ഒരു 3 act സ്ട്രക്ചർ എന്ന് പറയുന്നത് മാത്രമല്ല, പലതരത്തിൽ അങ്ങനെ ഒരു സ്ട്രക്ചറിന് പോകണമെന്നില്ല. ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾക്ക് കണ്ട് പരിചയമുള്ള സിനിമ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു 3 act സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ഫിലിം റിവ്യൂ പറയുന്ന ആൾക്ക് തീർച്ചയായും അത് ഈസി ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്തോ ഫിലോസഫി പറഞ്ഞതാണ്. പിന്നെ അതിനകത്ത് അദ്ദേഹം പറയുന്നത് 5 ക്യാരക്ടേഴ്സ്, ഒരു കഥാപാത്രം എങ്ങനെ പെരുമാറണം, 5 Ws ആള് പറയുന്നത്. 5 Ws അപ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ആണ്. അത് രസമുണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു എന്തിനോ പറയുന്നു. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഫിലോസഫി പറയുന്നു എന്നാണ് പറഞ്ഞത്. അത് ചിലപ്പം അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കും അത് രസകരമായിട്ട് തോന്നിയ ആഗ്രഹിക്കാൻ തോന്നിയത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ റിവ്യൂവിൽ അദ്ദേഹം ചിരിച്ചോണ്ടിരിക്കും. വളരെ രസകരമായിട്ട് റിവ്യൂ പറയുന്നതാണ്. ഞാൻ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാറുള്ളതാണ്. പുള്ളി ഒരു
ഒബ്സർവേഷൻ ഉള്ളവരാണ്. കോക്കിനെ പുള്ളി അനുകരിച്ചിട്ടൊരു റിവ്യൂ ചെയ്തു. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. സാർ ഈ കൈൻഡ് ഓഫ് ഒരു ഫിലിം മേക്കിംഗ് ഉണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, ഒരു കുറച്ച് ഇൻസിഡൻസിന്റെ ഒരു ചെയിനായിട്ടൊരു ചെയ്യുന്ന രീതി. ഇപ്പം ആക്ഷനികര ബിജുവായാലും ഒത്തിരി ഇൻസിഡൻസ് ചേർത്തൊരു പടമാണ്, പൂമരമായാലും ഒരുപാട് ഇൻസിഡൻസ് ചേർത്തൊരു പടമാണ്. ഈ പടം നോക്കുവാണെങ്കിലും പല പല ക്യാരക്ടേഴ്സ് വരുന്നു, അതൊരു ചെയിനാണ്, ഇൻസിഡൻസിന്റെ ഒരു ചെയിനാണ് കാണിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് ഇൻസ്പിറേഷൻ എന്താണ്? അല്ല, ഞാൻ അതൊരു പലതരത്തിൽ പോകാം. ഇതൊരു കുറച്ചുകൂടി ക്യാരക്ടർ ഡ്രിവൺ ആണ് ഈ സിനിമ. ഇതൊരു സ്പേസ് സെൻട്രിക് ക്യാരക്ടർ ഡ്രിവൺ ഒരു സിനിമ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്. ചിലപ്പോൾ നമ്മളൊരു കഥ തന്നെ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അതങ്ങനെ ഫോളോ ചെയ്യണം. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സ്പേസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നിപ്പോയി. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളൊരു കഥ പറയുമ്പോൾ, അപ്പോൾ ഈ സിനിമയുടെ കഥ ആദ്യം നമ്മളതിലൊരു കഥ വരുന്നു. ആ കഥയെ നമ്മൾ തിരക്കഥ രൂപത്തിലേക്ക് ആക്കുകയാണോ ചെയ്യുന്നത്. ഈ സിനിമയുടെ ഇത് നമ്മൾ സിനിമ കണ്ടുപോയിട്ട് സീൻ ടു സീൻ ടു സീൻ ടു സീൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഈ സിനിമ കണ്ട അതേ ലീനിയർ ലൈനിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കഥ പറയാൻ കൺഫ്യൂസ്ഡ് ആകും. ഒരു സ്ഥലത്ത് ഒരു കരിമില്ലുകാരനെ കാണിക്കുന്നു, അടുത്ത സ്ഥലത്ത് ഇന്ന കഥാപാത്രം വരുന്നു, അടുത്ത സ്ഥലത്ത് ഇന്ന കഥാപാത്രം വരുന്നു, കുറച്ച് നേരം കഴിയുമ്പോൾ സ്പാ കാണിക്കുന്നു, അവിടെ ഇന്ന കഥാപാത്രം വരുന്നു, ഇന്ന കഥാപാത്രം വരുന്നു, ഇന്ന കഥാപാത്രം വരുന്നു, അവസാനം ഇന്ന കഥാപാത്രം വരുന്നു. മട്ടിലാണ് ഇത് പറഞ്ഞു പോകുന്നതെങ്കിൽ ഇതിൻ്റെ കഥ പറയാൻ പാടായിരിക്കും. ഇതിൻ്റെ ഒരു എന്താ പറയുക, റിവേഴ്സ് നരേറ്റീവിൽ ഇതിൻ്റെ കഥ പറയാൻ പറ്റുള്ളൂ. കഥ പറയാൻ ഞാൻ സ്ട്രെയിറ്റ് നരേറ്റീവിലാണ് പറഞ്ഞത്. റിവേഴ്സ് നരേറ്റീവിൽ ഒരു സ്പായിൽ ഒരു പകൽ വെടിവെപ്പ് നടന്നു. ഒരു സ്പായിൽ ഒരു പകൽ വെടിവെപ്പ് നടന്നു. അപ്പോൾ ആ സ്പായിൽ ഈ സ്പാ എത്തരത്തിലുള്ള സ്പായാണ്, അത് നടത്തുന്നവരാരൊക്കെയാണ്, അവിടെ ഉള്ളവരാരൊക്കെയാണ്, അവിടെ വരുന്നത് സാധാരണ എത്തരത്തിലുള്ള മനുഷ്യന്മാരാണ്, ആ വന്ന ഏത് മനുഷ്യരാണ് ഈ വെടിവെപ്പിലേക്ക് ഇതിനെ നയിച്ചത് എന്നുള്ളതാണ് കഥ. കഥ പറയുമ്പോൾ ഇതാണ്, ഇത് റിവേഴ്സ് നരേറ്റീവാണ്. കഥ പറയുന്ന ഒരു സ്പായിൽ ഒരു വെടിവെപ്പ് നടന്നു, ആ സ്ഥലത്ത് വരുന്നവരാരാണ്, ഈ സ്പാ എന്നാണ് എന്നുള്ളതാണ് കഥ. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥയാണ്. പക്ഷേ ഇത് ഞാൻ സ്ട്രെയിറ്റ് ഈ നരേറ്റീവിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ വെടിവെപ്പ് കാണിച്ചിട്ട് ഈ സിനിമയുടെ സീനുകൾ ഉണ്ടാക്കിയത് ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ പോലെ ആയിപ്പോൾ. അതുകൊണ്ട് ഞാൻ അതിന് പോലെയായിരുന്നു. അപ്പോൾ എനിക്ക് ഡീറ്റെയിലിംഗ് കിട്ടില്ല, ഈ ക്യാരക്ടേഴ്സിൻ്റെ ഫൺ കിട്ടില്ല. ഫൺ ജനറേറ്റ് ആവണമെങ്കിൽ ഈ വരുന്ന ഓരോ കഥാപാത്രങ്ങളുടെയും ഈ പറഞ്ഞ ഈ ഫാൻറ്റസീസും, അല്ലെങ്കിൽ ഇവരുടെ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ഡിസയർ, അല്ലെങ്കിൽ ഇവരുടെ ഇതെല്ലാം കൂടെ എനിക്ക് കാണിക്കണമെങ്കിൽ എനിക്ക് ഇതാണ് ബെറ്റർ എന്ന് തോന്നി. നമ്മളൊരു കഥ എടുക്കുമ്പോൾ പല രീതിയിൽ ആലോചിച്ചു പോകും. സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെയ്യണം, ഇവിടുന്ന് തുടങ്ങണം, അവിടുന്ന് തുടങ്ങണം, മിഡിലിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി ഇവിടുന്ന് വേണം, എക്സിറ്റ് എങ്ങനെ വേണം എന്ന് പല രീതിയിൽ തിരക്കഥകൾ എഴുതുമ്പോൾ ഇതിന് സീക്വൻസുകൾ പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ലൈനിലേക്ക് എത്തിയത്. അത് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യാമെന്ന് ചെയ്യുന്നതല്ല. ബേസ് സംഭവം നമ്മൾ പിന്നെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്. ഇങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല എല്ലാ കഥകളും. സാർ അതുപോലെ തന്നെ ഇപ്പം അഡൽസോൾ സർട്ടിഫിക്കറ്റിനോട് മലയാളികളുടെ ഒരു മനോഭാവമുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പം ഒരു 2 മാസം മുന്നേ ഞങ്ങളൊരു പടത്തിന്റെ തിയേറ്റർ വിസിറ്റിന് പോയി. അപ്പൊ ആ സമയത്തായാലും ആർട്ടിസ്റ്റിന്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞ കാര്യമാണ്. അതായത് അഡൽസോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടം ഒന്ന് ആലോചിക്കണം. ആർട്ടിസ്റ്റിന്റെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞ കാര്യമാണ്. അഡൽസോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തില് എങ്ങനെ കുട്ടികളെ കൊണ്ടുവരും, അയാൾ ഭയങ്കര റൂഡായിട്ടാണ് ചോദിക്കുന്നത്, ഈ പടമൊക്കെ എങ്ങനെ പിള്ളേരെ കാണിക്കുമെന്ന്. അത് നമുക്ക് അതായത് ഓരോ മനുഷ്യന്റെ ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ അങ്ങനെ കാണരുതെന്നോ, ഓരോ മനുഷ്യനും ഓരോ തരത്തിലാണ് ഓരോ കാര്യങ്ങളെ കാണുന്നത്. അത് വളരെ പേഴ്സണലാണ്, വളരെ ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ഈ കണ്ടത് ശരിയല്ല എന്നാണ് അയാളുടെ പെർസ്പെക്റ്റീവിലായിരിക്കും തോന്നുന്നില്ല. അയാളുടെ വ്യക്തിത്വത്തിൽ അങ്ങനെയാണ് തോന്നുന്നില്ല എന്ന് തെറ്റ് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. മറ്റൊരാൾക്ക് വേറെ രീതിയിലായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് മനുഷ്യന്മാരാണല്ലോ. ഡിഫറെൻറ്റ് മനുഷ്യന്മാർ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും കാഴ്ചകളെ കാണാൻ. ഇതിന് ഒരു പോയിന്റിൽ എത്തിക്കാൻ ഭയങ്കര പാടായിരിക്കും. പ്രത്യേകിച്ചും ഇത്രയും കോൺട്രവേഴ്സിയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാധനത്തിനെ നമുക്ക് ഇപ്പോൾ ഒരു ഫാമിലി സിനിമയാണ് നമ്മൾ വിചാരിക്കുക. ഒരു ഫാമിലി സിനിമ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മളൊരു ഫാമിലിയായിട്ട് ജീവിച്ചു പോകുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമായിട്ട് പോയി കാണാൻ പറ്റുന്ന, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ അത് വേറെ തരത്തിൽ ആളുകൾ ആസ്വദിക്കും. ഇത് കുറച്ചുകൂടെ ഇത് വേറെ തരം
ഒരു വിപ്ലവം പോലൊരു സാധനം പറയുമ്പോൾ അതൊന്ന് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാക്കും, ഒരു ഷോക്കും ഒരു ഷെയ്ക്കും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ അത് ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ ഇതിനെ ആർട്ടിനെ ഇഷ്ടപ്പെടുന്നവർ കാണും. നമ്മളൊരു വലിയ ജനക്കൂട്ടത്തെ അല്ല വിചാരിച്ചു. ഇത് കണ്ടാൽ അത് മനസ്സിലാവുന്നത്, എൻജോയ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് വിഭാഗം. അത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരാം.